അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും അടിപൊളി ചാലഞ്ച് നമ്മളൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാലഞ്ച് കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, ഞങ്ങൾ ആർട്ടിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് ഒരു ആർട്ട് ചെയ്യാൻ പോവാണ്. അത് ഞങ്ങൾക്ക് കൈകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളുടെ പല്ലും നഖവും ഉപയോഗിച്ചെന്ന് പറയുന്ന പോലെ പല്ല് മാത്രം ഉപയോഗിച്ചിട്ടാണ് ആർട്ട് ചെയ്യേണ്ടത്. അതെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളാണ്. നമ്മുടെ മുന്നിൽ ഒരു ഫുഡ് വരും. ആ ഫുഡ് നമുക്ക് ഇവിടെ കുറെ ഷേപ്പ് നമ്മൾ ഇങ്ങനെ ലോട്ടിട്ടിട്ടുണ്ട്. 4 ഷേപ്പ്. 4 ഷേപ്പ്. ആ 4 ഷേപ്പ് ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മൾ ലോട്ടിട്ട് എടുത്തിട്ട് മുന്നിൽ വരുന്ന ഫുഡ് ആ ഷേപ്പിലേക്ക് മാറ്റണം, അടിച്ചു മാറ്റണം. മാക്സിമം നമുക്ക് 2 മിനിറ്റ് ഗൈസ് നമുക്ക് സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ ആരാണോ മാക്സിമം ആ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത് അതില് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ കടിച്ചിട്ട് കഴിക്കണം. ആ എക്സസ് വരുന്ന സാധനങ്ങളൊക്കെ കഴിക്കണം. ബാക്കി മാത്രമാണ് നമ്മൾ ഷേപ്പ് ആക്കി മാറ്റേണ്ടത്. സത്യം പറഞ്ഞ ഒരു ഈറ്റിംഗ് ചാലഞ്ച് കൂടിയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് ഹാർട്ട് ഷേപ്പിനെ പറ്റി പറയാം. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു കട്ട്ലേറ്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കട്ട്ലേറ്റ് എടുത്ത് ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം മുതൽ കട്ട്ലേറ്റ് കടിച്ച് ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കണം. ആരാണോ 2 മിനിറ്റിന്റെ ഉള്ളിൽ കറക്റ്റ് ഹാർട്ട് ഷേപ്പ് ആക്കുന്നത് അവരായിരിക്കും ആ റൗണ്ടിൽ വിൻ ചെയ്യാം. ഇത് കണ്ട ഗൈസ്, നല്ല അടിപൊളി കേക്ക് ആണ്. ഫസ്റ്റ് റൗണ്ടിൽ അപ്പൊ നമ്മുടെ മുന്നിൽ ഷേപ്പ് ചെയ്യാൻ നല്ല കേക്ക്. അടിയിലുള്ളത് കടലാസ് കേട്ടോ. ഇപ്പൊ തന്നെ ഊരി മാറ്റിക്കോ, അല്ലെങ്കിൽ അത് കടിച്ചെന്നുണ്ട്. ഇത് ഷേപ്പ് മാറ്റാൻ തോന്നുന്നില്ല. എന്ത് ഭംഗിയല്ലേ. സർക്കിൾ കിട്ടിയ സുഖമായിരുന്നു. റൗണ്ട് കിട്ടാണെങ്കിൽ റൗണ്ടി കടിച്ചിട്ട് പിന്നെ പക്ഷെ അത് എളുപ്പാട്ടോ കാര്യം. ഈ റൗണ്ട് അങ്ങനെ അഞ്ചെടുത്തോട്ടെ. ഇത് സ്ക്വയറാ. ഞാൻ സ്ക്വയർ ആണോ റെക്ടാങ്കിൾ ആക്കിയാ മതിയോ? ഇത് സ്ക്വയർ അല്ലേ? ഇത് സ്ക്വയറാ. അപ്പൊ സ്ക്വയർ തന്നെ. ആദ്യം തന്നെ കടലാസ് പൊളിക്കുക ഗൈസ്, അല്ലെങ്കിൽ ഇത് കഴിക്കണ്ട. അത് ടൈമറിൽ പെടുത്തി. അത് വേണ്ട. വലിയ മൂർച്ചയൊക്കെ റെഡി. എനിക്ക് തോന്നില്ല ഇത് സ്ക്വയർ ആവുന്നു. നല്ല ടേസ്റ്റില്ലേ? ഒരു മിനിറ്റ് ബാക്കി. ഞാൻ തിന്നോക്കുന്ന മാല പോലെ ഉണ്ട്. Last 30 seconds. Last 5 seconds. Gayi. വയലിലിറക്കണം. ഇവന് മാത്രം ഇതൊക്കെ നല്ല വിട്ടുണ്ടോ? ഈ 3 സൈസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടുള്ളത്
സ്ക്വയർ അതാ കണ്ടോ കറക്റ്റ് കണ്ടോ ഇങ്ങനല്ലേ സ്ക്വയർ ഉള്ളത് സ്ക്വയർ എന്ന് പറഞ്ഞാല് ഞാൻ നോക്കാം. 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ളതാണ് സ്ക്വയർ വരിക. സ്ക്വയർ ഇതും വെച്ച് നോക്കുമ്പോ ഷാമിന്റെ റെക്ടാങ്കിളും ശ്രീന്റെ സ്ക്വയറും ആണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് ഷാമിന്റെതാട്ടോ. ഇത് രണ്ടും വീതി കൂടുതലും ഇവിടെ വീതി കുറവുള്ളത്. അപ്പൊ ഇത് റെക്ടാങ്കിൾ ഇതും വെച്ച് നോക്കി അങ്ങ് മനസ്സിലാവും. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ സ്ക്വയർ. ഇന്ന് ഇതിൽ ഞങ്ങള് ഇത് ഷാമിന്റെതാണ്. ഇതിലെ വീതി നമുക്ക് നോക്കാം. 11 സെന്റിമീറ്റർ വീതിയും ഇത് 11 ഇല്ലെങ്കിൽ തന്നെ അത് റെക്ടാങ്കിൾ ആയി കേട്ടോ. വേണേ ഈ സൈഡ് നോക്കണോ? 9 സെന്റിമീറ്റർ നീളമാണ് ഇതിനുള്ളത്. അപ്പം എന്തായാലും ഏകദേശം റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. ഇനി ശ്രീന്റത് നോക്കാം. ശ്രീന്റത് ഒരു 10 ഏകദേശം 10 ലെവലിലാണ് നീളുള്ളത്. കൊറേ വരച്ചും കുത്തിക്കുന്നുണ്ട്. ഓരോന്ന് പഠിച്ചു ഞാനത് എങ്ങനെയാ ചെയ്യാന്ന് ആലോചിച്ചിരുന്നായിരുന്നു. അല്ല ആദ്യം ഇറക്കിയിട്ട് ഞാൻ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോരാട്ടം ഞാൻ സത്യമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ രാജാവിന്റെ കിരീടമാണ് പണിത് വെച്ചത് കേട്ടോ. മേലെ നല്ല കടിച്ച പാടുകളൊക്കെ ഉണ്ട്. അതേപോലെ പക്ഷെ ഇത് നല്ല വൃത്തിക്ക് ചെയ്തു വന്നു. ഞാൻ നീറ്റ്നെസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ടൈം കിട്ടിയില്ല. അതാ പറ്റിയത്. അത് ഞാൻ ഇവിടെ കഴിച്ചിട്ട് അത് ആദ്യം ഇറക്കി, എനിക്ക് ഇവിടെ കഴിച്ചിട്ട് അത് പകുതി ഇറക്കിയിട്ട് അത് വായിൽ വെച്ചിട്ട് ഇവിടെ കഴിച്ചിട്ട് ബാക്കി കൂടെ ഇറക്കി. ഇല്ല ഒക്കെ കഴിച്ചു. അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഇത് കടിച്ചാ കിട്ടൂല. ഇത് ഭയങ്കര കൂടുതലാണ് ഗൈസ്. കാരണം ഇത് സോഫ്റ്റ് ആയിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതില് എന്താ പറയാ ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞാലാണ് ഇത് സോഫ്റ്റ് ആയി വീണ് പോവാ. ട്രൈ ചെയ്യാം. ഓക്കെ ഷേപ്പ് ഏതാ നമുക്ക് സെലക്ട് ചെയ്യാം ഗൈസ്. ഓൾറെഡി നല്ല മൂർച്ചയാ. ആരെങ്കിലും ഒരാൾ എടുത്തപ്പോ പക്ഷെ നല്ലതാ. സ്ക്വയറിനെക്കാട്ടും നല്ല ട്രയാങ്കിളാ. അത് അബദ്ധം പറ്റിയോണ്ട് തോന്നുന്നല്ലേ. ഇത് 4 സൈഡ്സ് ഇല്ലേ? അതാണ് മറ്റേതിങ്ങനെ നിന്നാല് സൈഡിൽ പോകുന്നു. ഇവിടെ ടാക്ടിക്സ് പറഞ്ഞല്ലേ. ഓക്കെ റെഡി 2 1 ഗോ. ഇതിന്റെ പല്ലിന് മൂത്ത കുറച്ച് കൂടുതലാണോ നമ്മളെ കണ്ടിട്ടോ? എനിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. പല്ലിന് നല്ല മൂത്തുണ്ട്. അയ്യോ കൺഫ്യൂഷൻ ആയിരിക്കും. Last 30 seconds. Last 20 seconds. മനസ്സിലാവില്ല ഞാൻ
കൂടുതൽ കടിച്ചു വെച്ച സമയം 10. 3, 2, 1. Kani. ഞാൻ ട്രയാങ്കിൾ ആക്കി. അയ്യോ ഞാൻ ട്രയാങ്കിൾ ആക്കി. ഞാനും ട്രയാങ്കിൾ ആക്കി കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് വളരെ കഠിനമായിട്ടുള്ള ഒരു റൗണ്ട്. അതെ ഞാൻ കുറച്ച് കൂടുതൽ കടിച്ചു പോയി, അതുകൊണ്ട് ഇതിന്റെ ഷേപ്പ് മാറിപ്പോയി. ഒരു കോർണർ എങ്ങോട്ടാ പോയി. അതായത് വാൽനക്ഷത്രത്തിന്റെ ഇത് ട്രയാങ്കിൾ ആണ്, പക്ഷെ വേറെ ഷേപ്പിലുള്ള ഈക്വൽ അല്ലാത്ത ട്രയാങ്കിൾ ആണ്. അതൊന്നും ചെയ്യാനില്ല, അത് അതിൽ കൂട്ടുന്നില്ല. അതെ. പിന്നെ വരുന്നത് ഇന്റതും 5 ആണ്. ഇന്റത് കുറച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു തോണി പോലെ ചെറുതായിട്ട്. ഇന്റത് ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെയുണ്ട്. പക്ഷെ ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞത് 5 ആണ്. പിന്നെ ഞാനാണ് ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്റത് കഴിഞ്ഞു എന്നാലും വിളിച്ചു പറഞ്ഞു. അതെ, ഞാന് ആ സമയത്തിന്റെ വായൽ ഫുഡ് ഉണ്ടായിരുന്നു. ഇതിപ്പം ആരാണെന്നുള്ളത് കാക്ക തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. എന്റെ 2 മിനിറ്റ് കഴിയുമ്പോഴും വായലുണ്ടായിരുന്നു. അപ്പൊ 5 ആണ്. ഒരു റൗണ്ടിലെങ്കിലും ഫസ്റ്റായല്ലോ. ഇതാണ് കഴിച്ചിന്റെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് രാഗി മിനുക്കിയെടുത്ത ട്രയങ്ങൾ. ഇവളത് മൂർച്ച കൂടിയിട്ടാണ് ഈ കോർണർ ഇത്ര കൂർത്തു പോയത് എനിക്ക് തോന്നുന്നു. കോർണർ ശരിയില്ല. പല്ലിന്റെ താഴെ ഇങ്ങനെയുള്ളത് ഇങ്ങനെ അതെനിക്കുണ്ട്, എനിക്കുണ്ട് അങ്ങനെ. പല്ല് കൊണ്ടാണ് തുടക്കത്തിൽ അത് അത് കുട്ടികളെ പല്ലൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ വലുതാവുമ്പോ അതിങ്ങനെ തിന്നിട്ട് അതിന്റെ അന്റെ വലുതായില്ല ഇപ്പൊ തൽക്കാലം. അപ്പൊ ഈ റൗണ്ട് 5 കൊണ്ടേയിരിക്കും. ഇനി അടുത്ത റൗണ്ടിലെങ്കിലും ഞാൻ ജയിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇനി 3ാമത്തെ റൗണ്ടിലേക്ക് പോവാം. കൊറേ ഉണ്ട്, ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് കഴിച്ചത്. റെഡി കണ്ണോ? തുറന്നു. എനിക്ക് എന്തെങ്കിലും മധുരം ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇത് നമുക്കുള്ള പണിയാണെന്ന് തോന്നുന്നത്. പച്ചയാണ്. ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഈശ്വര, ഇതിനെ എന്ത് ഷേപ്പ് ആയിരിക്കും? ഞാനാണ് തോന്നുന്നത്. നമുക്ക് ഇനി 2 ലോട്ടാണ് ബാക്കിയുള്ളത്. ശീലായി പോയി. അതാ ഈസി ആയിട്ടുള്ള സ്ക്വയർ ട്രയാങ്കിൾ ഒന്നും എന്റെ വല്ലോണിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോ ഹാർട്ട് ഷേപ്പ് എന്ന് പറയുമ്പോ കൈകൊണ്ട് തന്നെ വരയ്ക്കുമ്പോ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാറുണ്ട്. കുറച്ച് കൈകൊണ്ട് വരച്ചു ഈ എഡ്ജ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള എനിക്ക് അറിയില്ല. അപ്പൊ ആദ്യം റെഡി 3, 2, 1 സ്റ്റാർട്ട്. ഇത് എവിടെ നിന്ന് തുടങ്ങണോ? ഈ പല്ലങ്ങളെ തിരിച്ചിട്ടു എന്നല്ല ആലോചിക്കുന്നത്. ഈ സാധനം എങ്ങനെ ആക്കാം? ഇത് മൊത്തം ചിലപ്പോ കൺഫ്യൂഷൻ ചെയ്ത് തിന്നു കഴിയും. രണ്ടെണ്ണം തിന്നു തീരാതെ 30 seconds. Four, 3, 2, 1. കഴിഞ്ഞ
ഹാർട്ട് ഷേപ്പ്. അതാ സംഭവം. അതെന്താ സംഭവം, ഇവിടെ ഉള്ളതിൽ മാക്സിമം കഴിച്ചിട്ടില്ല, ഭയങ്കര വലുപ്പത്തിൽ തന്നെ ആക്കിയത്. ആ വലുപ്പത്തിൽ അധികം കഴിക്കാണ്ട് വലുപ്പത്തിൽ തന്നെ ഞാൻ ഒരു ഹാർട്ട് ഷേപ്പ് ആക്കാൻ നോക്കി. പട്ടി അടിച്ചതല്ലേ ഇത്? ഇതെന്താ സംഭവം കഴിഞ്ഞാൽ ഇവിടെ ഒരു പീസ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ആ ഷേപ്പ് ഇങ്ങനെ പിടിച്ചു പോയതാ. പക്ഷെ ഇത് ഇങ്ങനെ ആയിപ്പോയി. ഇത് അയലിൽ എന്തോ തൂക്കിയിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അയലിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇത് അസ്ഥി കൂടെ അല്ലെങ്കിൽ ചിക്കന്റെ പാല്. അല്ല, ഇതിനെ ഹാർട്ടായിട്ട് കണക്കാക്കാനേ പറ്റില്ല. അതെ, ഇവളെ പ്രശ്നം എന്തായിരുന്നു അറിയോ, ഇതിങ്ങനെ കടിക്കുന്ന സമയം ഇവളെല്ലാം മൊത്തം കഴിച്ചു. അല്ല ഞാൻ പറയട്ടെ, ഇവളെ പ്രശ്നം എന്താ വെച്ചാല് ഇവക്ക് ഇവിടെ ഇങ്ങനെയാ കിട്ടേണ്ടത്, പക്ഷെ കടിക്കുമ്പോ ഇങ്ങനെ വരുന്നു. ഇതെങ്ങനെ തിരിച്ച് ഇങ്ങോട്ടാക്കാന്ന് ഞാൻ പറയുന്നു. ഈ വാട്ടർ ഇങ്ങോട്ട് തിരിച്ചാതാവും മനുഷ്യൻ. സംഭവം ആലോചിച്ച് ശരിയാണ്. തല തിരിച്ചു അല്ലോളം ആലോചിച്ചിട്ട് തെറ്റ് പറയാൻ പറ്റില്ല. ഇങ്ങനെ കടിക്കുന്നതിന് പകരം ഈ സാധനം ഇങ്ങനെ കടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നാണ് ഇവിടെ ആലോചിച്ചത്. പക്ഷേ ഇങ്ങനെ ആലോചിച്ച് തീരുമാനത്ത് അതൊന്ന് കടിച്ചു പകുതി തീർന്നു. പിന്നെ ചിന്താ വേണ്ട. സ്ത്രീക്കല്ലേ ഫുൾ മാർക്ക്. ഞാൻ നോക്കുമ്പോ ഇവള് കടിച്ച് പോണ്ട്. അവസാനം ഞാൻ പറഞ്ഞ പിന്നെ ചെറിയ ഹാർട്ട് ആയിക്കോ, എന്തായാലും അത്രയും കഴിച്ചു കഴിഞ്ഞാല്. ഞാനേ ഇവിടെ ഫുള്ള് ഞാൻ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വന്നു, ഇവിടെ ഷേപ്പ് ചെയ്ത് വന്ന്. അപ്പോഴാണ് അവിടെ ടൈം കഴിയാനായി തന്നെ. അപ്പൊ ഇവിടെ 2 കടിയും കടിച്ചു. പക്ഷെ ശ്രീ ജയിക്കുമ്പോ പ്രതീക്ഷയില്ല. എന്റെ കൂടെ തന്നെ ശ്രീ ഇതെങ്ങനെ തിരിച്ചു കടിക്കാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കണ്ട്. ഇല്ല, തിരിച്ചു കടിക്കുന്ന ബുദ്ധി പോയില്ല. ആദ്യം ഒരു തീരുമാനത്തിലെത്തൂ. കണ്ടേ ശ്രീ ഇതെങ്ങനെ തിരിക്കുന്നത്? ജയിക്കാണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ 3 ഹാർട്ട് കൂടെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ്. ഇത് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും അല്ല, നമുക്ക് എങ്ങനെ പറയാം, I love you. I love you guys. We love you guys. We love you. I love you guys. We love you guys. കാണിക്കുന്നുണ്ട് W V. അത്ര വിദ്യാഭ്യാസം. അതെ W സംഭവം. അത് കറക്റ്റാ. ഇതെന്താ ചോദിക്കാ, വേറെ വല്ലതും കേൾക്കേണ്ടി വരും, അതുകൊണ്ട് വേണ്ട. ഈ റൗണ്ടോട് കൂടി ഞങ്ങൾ ഈ ചാലഞ്ച് നിർത്താടി. വയറ് നിറഞ്ഞു. ഒരു തുള്ളി സ്ഥലം തല്ലു ഇനി എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടാൻ നന്നായി. വെരി ഗുഡ്. സ്റ്റാർ അടുത്ത റൗണ്ട് വെച്ചിട്ട് അടുത്ത സാധനം എന്തായിരുന്നു? ഞങ്ങളെ പല്ല് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഒരു സ്ക്വയറും ത്രികോണവും സ്റ്റാറൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്നുള്ള ഞങ്ങൾക്ക് അറിയുള്ളൂ. സെക്കൻഡ് പാർട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ സൈഡിൽ നല്ല വെറൈറ്റി ഷേപ്പുകളും വെറൈറ്റി ഫുഡുകൾ നിങ്ങൾ സജസ്റ്റ് ചെയ്താണ്. അല്ല, നമുക്ക് ഇവര് ബോയ്സിന് വെച്ച് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതിവിടെ ആക്കിക്കോളാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളിൽ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുപോലെ this is ശ്രീലക്ഷ്മി, this is Sanjita. signing off.